ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ട് 2 ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു മഞ്ഞ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനൊരു സ്ക്വയർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. 15x15 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് നടുവേ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടോ ഇതുപോലത്തെ രീതിയിൽ ആ നടുവെയുള്ള വരയ്ക്കനുസരിച്ച് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന രീതിയിൽ ഇതുപോലെയും കൂടെ ഒന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോഴേക്കും നല്ലോണം മനസ്സിലാവും. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടോ ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ നമ്മൾ നേരത്തെ മടക്കി വെച്ച അതിനനുസരിച്ച് കണ്ട് ഈ ഒരു ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കണ്ടോ ഇതുപോലെ 2 ഭാഗത്ത് മടക്കണം. എന്നിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തും കളയാം. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ കാണുമ്പോഴേക്കും നല്ലോണം മനസ്സിലാവും. ഇനി നമുക്ക് ഒരു സാധനം കൂടെ കട്ട് ചെയ്ത് കളയാനായിട്ടുണ്ട്. കണ്ട് ഈ ഒരു ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ കണ്ട് ഈ ഒരു നമ്മൾ മടക്കിയപ്പോൾ ഇതുപോലത്തെ ഒരു വര വന്നിട്ടുണ്ടാവും. അതുവഴിയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു 7 പീസസ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഈ 7 എണ്ണം ഇങ്ങനെ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ ഫെവിക്കോള് തേക്കേണ്ടത്. ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഒരു പശ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ടും 7 എണ്ണം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 7 എണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മഞ്ഞ കളറിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അവസാനം കണ്ട് ഇതുപോലെ ഇവിടെയും കൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കണം. ഇപ്പോൾ നമ്മുടെ സ്റ്റാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറൂൺ കളറിലുള്ളൊരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ ഞാനിപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സർക്കിളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഡോട്ട് പോലെയും അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മേളിലൊരു നൂലും കൂടെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഹാങ് ചെയ്തിടാവുന്നതാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്രാഫ്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ അടുത്ത ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് 15x15 സെൻറ്റിമീറ്ററിലുള്ള ഒരു ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നടുവേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ തിരിച്ചിട്ട് വീണ്ടും ഇങ്ങനെ നടുവേ മടക്കി കൊടുക്കാം. ഇതുപോലെ നല്ല പ്രസ് ചെയ്തിട്ട് മടക്കണം. ഇപ്പോൾ നമുക്കിതുപോലെ ഒരു ക്രോസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിക്കാം. എന്നിട്ട് വീണ്ടും നടുവേ ഇതുപോലെ മടക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതുപോലെ 2 പ്രാവശ്യം ഇതുപോലെ മടക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വെച്ചിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ മടക്കിയ ആ പാടിൻ്റെ ഇതിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇത് സ്ലോയിലിട്ടിട്ട് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും ചെയ്ത് കൊടുക്കാം. കണ്ടോ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുവാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് സിസേഴ്സ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് മടക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും മനസ്സിലാവും. കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മടക്കേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ടും ഇതുപോലെ മടക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റോൺ സ്റ്റിക്കേഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്റ്റിക്കർ മേളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് റൗണ്ട് ഷേപ്പിലുള്ളത് ഞാനിങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് തന്നെ ഒട്ടിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളർ പേപ്പറോ ഗ്ലിറ്റർ പേപ്പറോ ബീഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിന് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ ആണ്. അപ്പം നമ്മൾ ഇന്ന് കാണിച്ച 2 ക്രാഫ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഇമേജസൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് അയക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിലും നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവർ ബൈ. താങ്ക് യു.